ചെറുപ്പക്കാർക്കാണോ പ്രായമുള്ളവർക്കാണോ കൂടുതൽ മരുന്നുകൾ കൊടുക്കുക? ചെറുപ്പക്കാരൊരു അസുഖം എന്നാൽ കൂടുതൽ മരുന്ന് കൊടുക്കുക ആശുപത്രിയിൽ. 50,000 രൂപയുടെ മരുന്ന് കഴിച്ചു, 5 ലക്ഷം രൂപയുടെ മരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞ് വിടുവോ? അല്ല. 90 വയസ്സായ അപ്പൂപ്പന് കണ്ണും കണ്ടുകൂടെ ചെവിയും കേട്ടുകൂടാ എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനെ കൊണ്ട് ആസ്വദിച്ച് എന്നാൽ ICUലേക്ക് അങ്ങോട്ട് കയറ്റിയിട്ട് പിന്നെ 50,000-ന്റെ മരുന്ന്, 1.5 ലക്ഷത്തിൻ്റെ മരുന്ന്. ചെറുപ്പക്കാരോട് പറയും ഈ മരുന്നൊന്നും അധികം കഴിക്കരുത്, സൈഡ് എഫക്ട്സ് ഉള്ളതാണ്. അപ്പൊ ഈ അപ്പൂപ്പന്മാർക്ക് ഈ സൈഡ് എഫക്ട്സ് കൂടുതലുള്ള, ചെറുപ്പക്കാർ കഴിക്കാൻ പാടില്ലാത്ത, ആരോഗ്യമുള്ള ചെറുപ്പക്കാർ കഴിക്കാൻ പാടില്ലാത്ത ഈ മരുന്നുകൾ ആരോഗ്യം കുറഞ്ഞ അപ്പൂപ്പന്മാരിൽ എങ്ങനെയാ? അപ്പൂപ്പന് എന്ത് വന്നാലും ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും അറിയാം അത് സമയമായിരുന്നു. പിന്നെ ആശുപത്രിയിലെ കെയർ കൊണ്ടാണ് 2 ആഴ്ചയും കൂടി നീണ്ടത്. 2 ആഴ്ച കൂടി നീട്ടിയെടുത്ത് അത്രയും കൂടി മരുന്ന് വെക്കാലോ എന്ന് എഴുതിയിട്ടാണ്. ഇതാണ് അവസ്ഥ. ഈ ആലോപ്പതിക്കാര് നിങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി അവിടെ ചെയ്യുന്ന അതേ കാര്യങ്ങളുടെ ആഴത്തിലുള്ള അർത്ഥം എന്താണോ, എന്തിനു വേണ്ടിയാണോ ചെയ്യുന്നത്, അത് അതിനേക്കാൾ ഭംഗിയായി, അതുപോലെ അപകടങ്ങളില്ലാതെ, ദോഷഫലങ്ങളില്ലാതെ, ചെലവില്ലാതെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. വ്യത്യാസം എന്താണെന്നറിയാവോ? അവിടെ പെട്ടെന്ന് ഫലം കിട്ടും, പെട്ടെന്ന് ഫലം കിട്ടും. ഇവിടെ കുറച്ച് സമയം എടുക്കും. അവിടെ നിങ്ങളത് നടന്ന ആശുപത്രിയുടെ ഗേറ്റിൽ ചെന്നാൽ മതി, നിങ്ങളെ എടുത്തോണ്ട് ഓടിക്കോളൂ അകത്തേക്ക്. നിങ്ങളെ ഉന്തിത്തള്ളി അവർ ICUയിൽ കൊണ്ടുപോയി കിടക്കും. നിങ്ങളൊന്നും അറിയണ്ട. നഴ്സ് കൊണ്ടുവന്ന് വെള്ളം വായിലൊഴിച്ച് തരും, മരുന്ന് വായിലിട്ട് തരും, വെള്ളം വായിലൊഴിച്ച് തരും. നിങ്ങൾ വിഴുങ്ങിയാൽ മാത്രം മതി. നീ വിഴുങ്ങാൻ വേണ്ട, നേരെ കുത്തി ഉള്ളിലേക്ക് മരുന്നിട്ടോളൂ. പരമസുഖമാണ്. സുഖം എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഒരു സുഖം കൂടിയുണ്ട്. ICUയിലേക്ക് കയറ്റി കിടത്തിയാൽ പിന്നെ നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യണ്ട, ഒന്നും അറിയണ്ട. കുറേ കാര്യങ്ങൾ നല്ലതുണ്ട്, നല്ലതെല്ലാം സ്വീകരിക്കണം, നല്ലതെല്ലാം സ്വീകരിക്കണം. പക്ഷേ നമ്മുടെ ജീവിതത്തെ അപകടത്തിലാക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്ന് രക്ഷ നേടണം. അപ്പോൾ അവിടെ അവർ ചെയ്യുന്നത് അപകടമില്ലാതെ വളരെ ചുരുങ്ങിയ പണച്ചെലവിൽ സുരക്ഷിതമായിട്ട് ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ സമയം ഒരല്പം കൂടുതലെടുക്കും. ഒരു ആസ്തമ പേഷ്യൻ്റ് ശ്വാസം മുട്ടുന്ന വഴിക്ക് എടുത്തുകൊണ്ട് പോയി അവിടെ ചെന്നാൽ ഒരൊറ്റ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഇൻഹേലർ 10 മിനിറ്റ് കൊണ്ട് ശാന്തമാവും, നോർമലാവും. ഇവിടെ വരികയാണെങ്കിലോ 1/2 മണിക്കൂർ തുടങ്ങി 40 മിനിറ്റ് എടുക്കും. 40 മിനിറ്റ് കൂട്ടിക്കോളും. എങ്ങനെയാണ് എവിടെയും അവിടെയും ചെയ്യുന്നത്? അവിടെ ഒരു കെമിക്കൽ അങ്ങ് സ്പ്രേ ചെയ്യും. ആ കെമിക്കൽ ചെയ്യുന്നതോടെ ശ്വാസകോശത്തിന് വികസിക്കുകയല്ലാതെ പരിഭ്രാന്തിയാണ്. അതൊരു പോസിറ്റീവ് അല്ല. വികസിക്കല്ലാതെ നിവൃത്തിയില്ല, വികസിച്ചു. അത് ശ്വാസകോശത്തിൻ്റെ ഭിത്തികളെ മുഴുവനും, ശ്വാസകോശത്തിൻ്റെ ഇന്നർ ലൈനിങ്ങിനെ മുഴുവൻ തകരാറിലാക്കും. ചുരുങ്ങാനും വികസിക്കാനുമുള്ള കഴിവ് കുറയ്ക്കും. കിഡ്നിക്ക് കരളിനുമൊക്കെ ഈ വിഷാംശങ്ങൾ നിർവീര്യമാക്കേണ്ട ജോലി വരും. അവയ്ക്ക് പതുക്കെ പതുക്കെ കുഴപ്പം വരും, ചീർക്കും ആള്. ഇവിടെ വരികയാണെങ്കിൽ ഒരു ചൂടുവെള്ളത്തിൽ കാലുകൾ ഇറക്കി വെപ്പിക്കും. ചൂടുവെള്ളത്തിൽ കാലിറക്കി വെക്കുമ്പോൾ എന്ത് പറ്റും? ആ ചൂട് നാഡീഞരമ്പുകളിലൂടെ മുകളിലേക്ക് കയറും. മുകളിലേക്ക് കയറി ചെസ്റ്റിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ശ്വാസകോശം ചൂട് വരുമ്പോൾ വികസിക്കും. അങ്ങനെ ആസ്തമ വരുന്നതിൻ്റെ ഗ്യാപ്പ് കൂടും, വരുന്നതിൻ്റെ ശക്തി കുറയും, പതുക്കെ വിട്ടുമാറും. 100 കണക്കിന് ആസ്തമ രോഗികൾ നമ്മൾ ചികിത്സിച്ചിട്ടുണ്ട്. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ആരോഗ്യകരമായിട്ടാണ്. ആസ്തമ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ വിമ്മിഷ്ടം ഉണ്ടാവും, ഗ്യാസ് ട്രബിൾ ഉണ്ടാവും, ദഹനക്കേടുണ്ടാവും, ലിവറിന് വീക്ക്നെസ് ഉണ്ടാവും, സ്കിൻ ഡിസീസ്, ത്വക്ക് രോഗങ്ങളെ അടിച്ചമർത്തിയിട്ടുണ്ടാവും, മരുന്ന് ചെയ്ത് മാറ്റിയിട്ടുണ്ടാവും. അതെല്ലാം കൂടെ ഉള്ളിലേക്ക് പോയിട്ട് ശ്വാസകോശത്തിലൊക്കെ വന്ന് കയറും. ഇതെല്ലാം പരിഗണിച്ചാണ് നമുക്ക് ഒരു ആസ്തമ രോഗിയെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അവിടെ ആസ്തമ രോഗിക്ക് ഈ സാധനം മരിക്കാം, അങ്ങനെ തന്നെ ഇരിക്കാം. മലബന്ധം അങ്ങനെ തന്നെ ഉണ്ടാകും, നീരുവീഴ്ച അങ്ങനെ തന്നെ ഉണ്ടാകും, ഉദരത്തിൻ്റെ ദഹനശക്തി പഴയപോലെ തന്നെ മോശമായിരിക്കും. ഹൃദ്രോഗി ആശുപത്രിയിൽ പോകുന്നു, സ്റ്റെൻറ്റ് ഇട്ട് വിടും, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. അയാളുടെ വയറിൻ്റെ ബ്ലോക്ക് മാറ്റില്ല, രക്തം ശുദ്ധിയാക്കില്ല, അയാളുടെ മനസ്സ് നേരെയാക്കില്ല.
ആ സ്റ്റെൻറ്റ് മാത്രം ഇട്ടിങ്ങ് വിട്ടു. നമുക്ക് BP മരുന്ന് 10 കൊല്ലമായിട്ട് കിട്ടി. എന്തുകൊണ്ട് നമുക്ക് ഈ BP ഉണ്ടായി എന്ന് അവരും അന്വേഷിച്ചില്ല, നമ്മളും ആലോചിച്ചില്ല. അതിൻ്റെ കാരണം മാറ്റിയിരുന്നെങ്കിൽ അന്നേ സുഖപ്പെടേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇൻഡസ്ട്രിയൽ കൾച്ചറിൽ അതില്ല, അതുണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കണം.